അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വീട്ടിലേക്കൊന്ന് വരേണ്ടി വന്നു. ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും എൻ്റെ പച്ചക്കറി തൈകളൊക്കെ ആകെ വാടിക്കൊഴിഞ്ഞു പോയി. 2-3 ദിവസം കൊണ്ട് ഞാൻ ലേറ്റായിരുന്നെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോയേനെ. പച്ചക്കറികൾ മാത്രമല്ല, എൻ്റെ ചെടികളും എല്ലാം നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എനിക്ക് വലിയൊരു സർപ്രൈസ് കിട്ടി. എന്താണെന്നല്ലേ, അപ്പോൾ എൻ്റെ മിക്സി കംപ്ലൈൻ്റ് ആയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു മിക്സി ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ എൻ്റെ അടുത്ത് പറയാതെ ചേട്ടൻ്റെ ഒരു പുതിയ മിക്സിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ അരയ്ക്കാനായിട്ട് അരപ്പോലും ഇല്ല. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിരുന്ന സമയത്താണ് ഇതുപോലൊരു ഗിഫ്റ്റ് കിട്ടിയത്. എനിക്ക് ഇതിലിഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഈ ബോഡി പാർട്ടാണ്. നല്ലൊരു റെഡ് കളറായിരുന്നു. ബട്ടർഫ്ലൈയുടെ മിക്സി ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിന് 4 ജാറ് വരുന്നുണ്ട്. ഒരു ജാറെന്ന് പറയുന്നത് ജ്യൂസറാണ്. പിന്നെ ജ്യൂസ് അടിച്ച് നോക്കാനൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഉച്ചയ്ക്ക് കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് ഒന്ന് അരച്ച് നോക്കി. സൂപ്പറായിട്ട് അരഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു. ജസ്റ്റ് ഒന്ന് ജൂലിയെ തുറന്നു. ആ സമയത്ത് എവിടെ നിന്നോ വന്നൊരു പൂച്ചക്കുട്ടിയായിരുന്നു. അതിനെ ജൂലി ഓട്ടിച്ച് ഈ മരത്തിൻ്റെ മുകളിൽ കയറ്റി താഴെ അത് ഇറങ്ങുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ജൂലി. പിന്നെ കുറേ നേരം അങ്ങനെയൊക്കെ നിന്നു. പിന്നെ ഞാൻ ജൂലി ഒന്ന് കൂട്ടിലാക്കിയതിന് ശേഷമാണ് ആ പൂച്ചക്കുട്ടി ഇറങ്ങിപ്പോയത്. പിന്നെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.